ഹലോ ഗായ്സ്, എൻ്റെ പേര് ആയുഷ്. ഇതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് പശുവിശേഷങ്ങൾ. എൻ്റെ വീട്ടിലെ പശുക്കളായിരുന്നു ഇതൊക്കെ. ഇതിൻ്റെ പേര് കറമ്പി. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് പശു. ഇതിൻ്റെ കൂടെ കളിക്കും. അംഗനവാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ കൂടെ കളിയാൻ. ഇതിന് വെള്ളം കൊടുക്കും, ഞാൻ പുല്ല് കൊടുക്കും, പിന്നെ ഇവളെ കെട്ടിപ്പിടിക്കും. ഇതൊക്കെ എൻ്റെ സ്ഥിര ഹോബിയായിരുന്നു. ഇവളുടെ കൂടെ കിടക്കും, ഇവളുടെ കൂടെ മണ്ണിൽ കളിക്കും. ഇവളൊരു പാവമായിരുന്നു, വെറും പാവം, പിഞ്ച് പാവം. ഇതവളുടെ കുട്ടി മിന്നു എന്നായിരുന്നു അവളുടെ പേര്. ഇവളെ മടിയിരുത്തും, എല്ലാം കളിക്കും. ഇത് ആണ് കുട്ടിപ്പശു. ഇത് ഹംസി. ഇവിടെ ഞങ്ങൾ അയലത്തെ വീട്ടിൽ നിന്ന് ഇതിനെ വാങ്ങിയതാണ്. ഞാനാണ് ഇതിനെ കൊണ്ടുവന്നത്. ഇതിൻ്റെ എന്നെ വെച്ചുറ. ഇവളെന്നെ വലിച്ചുകൊണ്ട് അങ്ങ് ഓടും. ഭയങ്കര കുരുത്തക്കേടാണ്. അൺലിമിറ്റഡ്, എന്നെക്കാട്ടി വലിയ അൺലിമിറ്റഡ് ആയിരുന്നു ഗൈസ്. അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ അൾട്രാ അൺലിമിറ്റഡ്. ഇത് അവൾ വലുതായതാണ് ഗായ്സ്. ഇവളെ ഞാനിപ്പോൾ കുളിപ്പിക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസം ഇവൾക്ക് കുളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇവളുടെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവളെ തല നനയ്ക്കാൻ സമ്മതിക്കത്തില്ല. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറ്റും. കണ്ടോ ഗൈസ്, ഇവളുടെ കുട്ടി അപ്പുറത്തുണ്ട്. അവളെയും കുളിപ്പിക്കും ഗൈസ്. അവൾക്ക് വെള്ളം വരുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവളുടെ കുട്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അവളെ പിടിച്ച് കുളിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. ഇതവളെ ഇപ്പോൾ കുളിപ്പിക്കുന്ന അവളുടെ അമ്മേനെ ഇതാണ് അവളുടെ കുട്ടി. അവൾ പൊന്നൂസ് എന്നാണ് അവളുടെ പേര്. ഞാനാണ് പേരിട്ടത്. ഇത് കാണിച്ചു തരാം അവളെ. കണ്ടോ ഗൈസ്, അവൾ പുറമോട്ടങ്ങ് പോകും. അവസാനം ഒരു ഇതൊക്കെ പിടിച്ച് അവളെ കുളിപ്പിച്ച് ഞാനും നനഞ്ഞ്. ഇത് അവളുടെ ഫോട്ടോ എടുത്തതാണ് ഗൈസ്. എൻ്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞൊരുമാതിരിയായി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ കൈയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഇവളുടെ അമ്മേനെക്കാട്ടി കുരുത്തക്കേടാ ഇത്. ഇവൾക്കിപ്പോൾ എന്നോട് ഒട്ടും സ്നേഹമില്ല. കുട്ടി വന്നുകൊണ്ട് ചില വെച്ചൂർ പശുവിന് അങ്ങനെയാണ്. കുട്ടി വന്നാൽ പിന്നെ കൊച്ചു പിള്ളേരെ ഒന്നും കണ്ടാൽ അടുപ്പിക്കത്തില്ല ചില വെച്ചൂറൊക്കെ. അങ്ങനെയാണ് ചില വെച്ചൂർ. ഇതാണ് അവളുടെ കുട്ടി. ബൈ ഗായ്സ് എല്ലാവർക്കും.